പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും നീ ഞങ്ങൾക്ക് നൽകണം. ദേശത്ത് സാക്ഷ്യമുള്ളവരുടെവയായി നിലനിൽക്കുവാൻ നീ കൃപ. വചനവുമായി നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. വചനം അങ്ങയുടെ വകയാണ്, ഞങ്ങളും അങ്ങയുടെ വകയാണ്. ഏതാത്മാവിനാൽ വചനം എഴുതപ്പെട്ടു ആത്മാവ് ബലഹീനനാടിയുണ്ട്. നിന്റെ ജനത്തിന്റെ മേലും ഒരുപോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ പരിശുദ്ധാത്മാവിനെ രചിച്ചറിയുവാൻ നീ കൃപ നൽകണം. മിശിഹായുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഫ്രൂട്ട്ഫുൾ എന്നുള്ളതാണ് സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം. ഫലകരമായ ക്രിസ്തീയ ജീവിതം, സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം. 126ാമത് ഇടവക ദിനം നാം ആചരിക്കുമ്പോൾ സഭയായി നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന ഒരു വിഷയമാണ് സഫലമായ ക്രിസ്തീയ ജീവിതം. ഒന്ന് തിരിഞ്ഞു നോക്കി എന്റെ ജീവിതം ഫലകരമായിരുന്നോ സഫലമായിരുന്നോ എന്ന് ചിന്തിപ്പാൻ ദൈവം തരുന്ന വലിയൊരു അവസരം. എങ്ങനെ സഫലമായ ജീവിതം നയിക്കാമെന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാചകത്തിൽ ദൈവവചനം മറുപടി തരികയാണ്, എന്നിൽ വസിക്കുക. അപ്രകാരം ക്രിസ്തുവിൽ വസിച്ച, ക്രിസ്തുവിൽ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റിലുണ്ടായി. നിങ്ങൾ എത്ര പേർ വായിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനത് മുഴുവൻ അരിച്ച് പുറത്ത് വായിച്ചു. ഒരു കയ്യിൽ ചോറ് പാത്രവുമായി, ചോറിന്റെ പ്ലേറ്റുമായി നിൽക്കുന്ന തോമാച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഹൈന്ദവനായ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, തന്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി തുറന്നു വെച്ച് കഴിക്കുവാൻ പോകുമ്പോൾ അതിലേക്ക് നോക്കുന്ന ആ രാജേന്ദ്രനെ കണ്ടപ്പോൾ ആ ചോറ് പാത്രം നടുക്കോട്ട് മാറ്റി വെച്ചിട്ട് രാജേന്ദ്രനോട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഫലകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. To experience the warmth of togetherness. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ആ വലിയ ചൂട് അനുഭവിച്ചറിയും. അങ്ങനെയെങ്കിൽ എല്ലാ രൂപത്തിലും ഒരു ഇടവഴിക്ക് അതിൻ്റെതായ ഫലകരമായ ജീവിതം തുടരുവാൻ സാധിക്കും. ഇന്ന് സ്നേഹ വായിച്ചപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്നതിൽ നിന്ന് പുറപ്പെടുന്നതും ക്രിസ്തുവിൽ വസിക്കാത്തതിൽ നിന്ന് പുറപ്പെടുന്നതും ഒക്കെ വളരെ വിശദമായി എത്ര പേർ അതൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക്